ഹലോ ഗൈസ്, പുതുവീടിക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മളങ്ങനെ ഫാമിലി എത്തിരിക്കുകയാണ്. ഫാമിലിയിൽ നിന്ന് നമുക്ക് കുറച്ച് അധികം ഗസ്റ്റുകൾ വരുന്നുണ്ട്. ഒരു ലോഡ് ഗസ്റ്റുകൾ വരുന്നുണ്ട്. സോ എല്ലാം കാണിച്ചു തരാം. സോ കീപ് വെയിറ്റിംഗ്. സോ എന്തായാലും ഫാമിലി പോയിട്ട് പണി തുടങ്ങട്ടെ. ഗസ്റ്റുകൾ വരുമ്പോൾ കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ ആദ്യത്തെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാങ്കുകളിലൊക്കെ ന്യൂട്രിയൻസ് നിറച്ച് കൊടുക്കുകയാണ്. സോ നമ്മളങ്ങനെ ന്യൂട്രിയൻസ് നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ അവർക്കും എല്ലാവർക്കും ന്യൂട്രിയൻസ് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. അപ്പോൾ ന്യൂട്രിയൻസ് ഒഴിച്ച് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് വ്ളോഗ് എടുത്ത് തീർന്നപ്പോഴേക്കും എനിക്ക് കോൾ വന്നു, നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഗസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിഭവൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, മാഡംമാർ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. സോ അവരൊക്കെ പല പല ബ്ലോക്കിൽ നിന്നും പല പല പഞ്ചായത്തുകളുള്ളവരായിരുന്നു. സോ അവർ അങ്ങനെ ഏതൊരു പഞ്ചായത്ത്, അതായത് പഞ്ചായത്തിൻ്റെ പേര് മറന്നുപോയി ഗൈസ്. സോ ആ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് എൻ്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ആൾക്ക് ഒരു 600 സ്ക്വയർ ഫീറ്റിൽ ഇതുപോലെ ഒരു ഫാം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആളിപ്പോൾ MBA പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ ആൾ ജസ്റ്റ് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. സോ ഇന്നാണ് കാണാൻ വരുന്നത്. സോ ആൾ ഗേറ്റിന് അവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ആൾ പിക്ക് ചെയ്തിട്ട് ഇവിടെ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. നമുക്കിന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ഒരു ഗസ്റ്റ് ആദ്യം വരും, അത് കഴിഞ്ഞ ശേഷം പിന്നെ കുറേ ഗസ്റ്റുകൾ വരാൻ കിടപ്പുണ്ട് ഗൈസ്. സോ ഒരു ഗസ്റ്റ് വന്നിട്ട് വണ്ടി ഇരിക്കുന്നുണ്ട്, ആൾ ഗേറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഗസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആദ്യം ബട്ടർ ഹെഡ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മുടെ ബറ്റാവിയ റെഡും കൂടി നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെ കട്ട് ചെയ്യുക, കേക്ക് കട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. സിമ്പിൾ പരിപാടിയാണ് ഗൈസ്, സിമ്പിൾ. ജിങ്കിലക്കിൽ പിടിപിടി ഇവിടെ കണ്ടോ, എടുത്തു. ഇനി ഇങ്ങനെ കൊണ്ടുപോവാ, ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, സെറ്റ്. സോ അത് ബാക്കി അത് മൊത്തം ഇങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളത് ഇവിടെ ഫുള്ള് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും ഭാഗം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മൈക്രോ ഗ്രീൻസിൻ്റെ ട്രേയിലൊക്കെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ നമ്മളത് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഓരോ ട്രേ ഇങ്ങനെ പൊക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കണ്ടോ, വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ, അതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇത് ക്യാമറ കൺട്രോൾ പ്ലസ് ഇതും കൂടി ചെയ്യാൻ പറ്റില്ല. സോ എന്തായാലും ഞാൻ എല്ലാത്തിനും വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മളങ്ങനെ മൈക്രോ ഗ്രീൻസിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. സോ നമുക്കത് അടുത്ത ഗസ്റ്റിൻ്റെ കോൾ വന്നിട്ടുണ്ട്. സോ ഇതൊരു വലിയ ഗ്രൂപ്പ് ഓഫ് ഗസ്റ്റ്സ് ആണ്. സോ ആരാന്നുള്ളത് എന്തായാലും ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ എന്തായാലും അവരെ വഴി കാട്ടാനായിട്ട് നമുക്ക് ഗേറ്റിൻ്റെ അവിടേക്ക് പോകാം. സോ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. സ്റ്റുഡൻസ് ആണ് ഗൈസ്. സോ അവരിതേ ഓരോന്നായിട്ട് ഇങ്ങനെ പോയി നോക്കുന്നുണ്ട്. നോക്കിയ ശേഷം നമ്മളിതേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എക്സ്പ്ലെയിൻ ചെയ്യും, അങ്ങനെ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ വലിയ ഗ്രൂപ്പ് ഓഫ് ഗസ്റ്റുകൾ വന്ന് പോയിട്ടുണ്ട്. സോ അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റി. സോ നമ്മളിനി കുക്കുംബറിൻ്റെ സീഡ്സ് സോ ചെയ്യാൻ പോവുകയാണ്. സോ എന്തായാലും സോ ചെയ്തുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ അവർ എന്താ സംഭവം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീമിൽ ഹൈഡ്രോപോണിക്സ് എന്ന സ്കില്ല് പഠിക്കുന്ന പിള്ളേരാണ്. സോ അവർ +1 +2 കഴിഞ്ഞവരായിട്ടുള്ള ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവരാണ് ഇത് പഠിക്കുന്നത്. സോ ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഈ തയ്യൽ കോഴ്സ് അങ്ങനത്തെ സർട്ടിഫൈഡ് കോഴ്സസ് ഉള്ള പോലെ തന്നെയാണ് ഇതും സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സാണ്. സോ അവിടെ കുറേ പല സ്കില്ലുകളും പഠിക്കാൻ പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ ഇത് മലപ്പുറത്തുള്ള വേങ്ങൂർ GHSS ആണ് ഈ സംഭവം ഉള്ളത്. സോ അവിടുത്തെ പിള്ളേരാണ് ഫാമിലിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ അവർ വന്നു, അവർക്ക് ഓൾറെഡി ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് അവർക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ്. ബട്ട് അവർക്ക് പ്രാക്ടിക്കൽ നോളേജ് കുറവാണ്. കാരണം അവിടെയുള്ള ഫാം എന്ന് പറയുന്നത് നാച്ചുറലി വെന്റിലേറ്റഡ് ആണ്. സോ ഇതുപോലത്തെ സിസ്റ്റം കാര്യങ്ങളെല്ലാം. പിന്നെ അവർക്ക് എല്ലാവിധ ഇതും ചെയ്യാനായിട്ട് അത്രയും വലിയൊരു സെറ്റപ്പ് ഒന്നുമില്ല. ചെറിയ ഫാം സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. കുറച്ച് NFT ചാനൽസ് ആയിട്ട് അവർക്ക് ജസ്റ്റ് സംഭവം കാണിച്ചു കൊടുക്കാൻ മാത്രമുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. സോ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നിട്ട് ലൈക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് ഇത് ഇങ്ങനെയാണ് ഫാൻ പാച്ച് സിസ്റ്റം, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ക്രോപ്സ്, ഇതാണ് NFT ചാനലിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ അവർക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തു. എങ്ങനെയാണ് മാർക്കറ്റിങ്, എങ്ങനെയാണ് സീഡ്സ് പോയിൻ്റ്, എവിടെ നിന്നാണ് സീഡ് സോഴ്സ് ചെയ്യുന്നത്,
എങ്ങനെയാണ് ന്യൂട്രിയൻസ് കൊടുക്കുന്നത്, അവർ കൊടുക്കുന്ന ന്യൂട്രിയൻസ് മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ pH TDS ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിഞ്ഞു. അവരുടെ ഡൗട്ട്സൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ അവർ മൊത്തം 24 പേര് വന്നു. ഗേൾസും ബോയ്സും മിക്സഡാണ്, കുറച്ച് ബോയ്സ് എണ്ണം കുറവാണ് പൊതുവെ. സോ അങ്ങനെ അവരെ കണ്ട് പോയി. അവർക്ക് പിന്നെ അവരുടെ വേറൊരു ടീം സ്കിൽ ഡെവലപ്മെൻറ്റ്, GSTനെ കുറിച്ചുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ്, GST ഓഫീസേഴ്സൊക്കെ ആവാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിലുള്ള പിള്ളേരും വന്നിട്ട് തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ടിൻ്റെ അവിടെ എവിടെയാണ് അവർ പോയിട്ടുള്ളത്. സോ ആ ബസ്സും ഇവരുടെ ബസ്സും ഇനിയിപ്പം അതിരമ്പള്ളി വാട്ടർഫോൾസിലേക്ക് പോവുകയെന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട് ഗൈസ്. സോ ഇതാണ് ഇന്നത്തെ ഗസ്റ്റുകളുടെ അപ്ഡേറ്റ്. ഇനി ആരും വരാനില്ല. ഇന്ന് ഈ സെറ്റ് ഓഫ് ഗസ്റ്റുകളേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ എപ്പോഴാണ് ഗസ്റ്റ് വരാമെന്നുള്ളത് അറിയില്ല ഗൈസ്. സോ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഗസ്റ്റുകളായിട്ട് വരുന്നുണ്ട്, നമ്മുടെ ഫാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിന് ഓണർ സാറ് പറയായിരുന്നു നമുക്കിത് സൂവിലൊക്കെ ഉള്ള പോലെ ഒരു ടിക്കറ്റൊക്കെ വെച്ചിട്ട് പൈസ മേടിച്ചിട്ടുള്ള പരിപാടി ആക്കിയാലോ എന്നുള്ളതൊക്കെ. കുറച്ചുകൂടിയും ഈ ഒരു ഫാമിൻ്റെ ഈ ഏരിയ ഫുള്ള് സെറ്റപ്പ് ആക്കുകയാണെങ്കിൽ നമുക്കൊരു ഫാം ഹൗസ്, 1 ഡേ ഫാം ഹൗസ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഹൈഡ്രോപോണിക്സ് ഫാമിൽ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് അപ്പുറത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളകിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, ലോൺ ഗ്രാസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, കോഴി ഫാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ ബാക്കി കുറച്ചുകൂടിയും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിലും. പിന്നെ നമുക്ക് ഫാം ഹൗസ് ഉള്ളതുകൊണ്ട് അവിടെ ടേബിളും ചെയറും ഉള്ളത് കൊണ്ടും നമുക്ക് അവർക്ക് ലഞ്ചും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സാലഡ് ആയിട്ടും അല്ലെങ്കിലും ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ആയിട്ടായാലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനത്തെ പ്ലാനുകളൊന്നും സാറിന് ഇതുവരെ ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ എന്തായാലും നമുക്ക് നോക്കാം. ഭാവിയിൽ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സ്കീമാണ്. ഒരു 30 രൂപയുടെ ടിക്കറ്റൊക്കെ വെച്ചിട്ട് ഫുഡിന് വേറെ പൈസ പ്ലസ് 30 രൂപയുടെ അല്ലെങ്കിൽ 50 രൂപയുടെ ടിക്കറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഗൈസ്. സോ എന്തായാലും അങ്ങനെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് ഞാൻ 50 കുക്കുംബർ സീഡുകൾ സോ ചെയ്തിരിക്കുകയാണ് ഗൈസ്. സക്സസ്ഫുള്ളി സോ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പോട്രയിൽ വലിയ പോട്രയാണ് ഗൈസ് ഇത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, വലിയ പോട്രയാണ്. സോ ഈ വലിയ പോട്രയിൽ നമ്മൾ സീഡിട്ട് ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെ മൂടി സെറ്റാക്കി കൊടുക്കണം. സോ ഇത് ഞാൻ സെറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഇന്നത്തേക്കുള്ള നമ്മുടെ പരിപാടികളും പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ 4 അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ബൈ.